കടിക്കെല്ലാം മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. രേണുസുതിയുടെയും ലീക്ക്ഡ് വീഡിയോസ് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കേണ്ട. ആദ്യം തന്നെ ഇതൊന്നും ലീക്ക്ഡ് വീഡിയോ അല്ല, മുല കാണിച്ചും വേറെ കാണിച്ചും തൊട കാണിച്ചും കാല് കാണിച്ചിട്ടുള്ള കുറെ വീഡിയോസ്, കുറെ ആൽബം സോങ്സ് ആവട്ടെ, അല്ലാത്ത ഷോർട്സ് ആവട്ടെ, ഇതൊക്കെ മുൻപേ രേണുസുതിയുടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ. പലപ്പോഴും രേണുസുതിയുടെ വിഷയം ഞാൻ എടുക്കാറില്ല. ഇനി എടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രേണുസുതിനെ അധികമായിട്ട് വിമർശിച്ച് ഞാൻ വീഡിയോ ചെയ്യാറില്ല. അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നൊരു മൈൻഡ് സെറ്റിലെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ, ഇതുവരെ ചെയ്തതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ഇന്ന് ഈ വിഷയം എടുത്ത് സംസാരിക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ താൻ ചെയ്യാവുന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വിമർശിക്കാൻ തോന്നുന്നത്. താൻ കാണിക്കുന്നതൊക്കെ കാണിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഓക്കെ ചെയ്യ്, എന്ത് വേണം ചെയ്യും, നിങ്ങൾ പൈസ ഉണ്ടാക്കുക, അതിനൊന്നും ഒരാൾക്കും പ്രശ്നമില്ല. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വരരുത്. ചെയ്യുന്ന തെറ്റാണ്, ഓക്കെ തെറ്റാണ്, ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാതെ അത് ചോദിക്കുക. നിങ്ങൾ തന്നെ ഇത് നാട്ടുകാരെ കാണിച്ചിട്ട് അതാർക്കെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ചോദിക്കുന്നവൻ ഏറ്റവും വലിയൊരു തെറ്റുകാരനാണ് എന്ന രീതിയിലുള്ള പ്രവൃത്തി അത് ശരിയല്ല. എന്തായാലും രേണുസുതിയുടെ ഇപ്പോൾ ലീക്ക്ഡായി എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നേക്കുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണും. കണ്ടിട്ട് ഈ രേണുസുതി പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് രേണുസുതി ചേച്ചിയുടെ കുറച്ച് ലീക്ക്ഡ് വീഡിയോസ് കാണാം. കടിക്കെല്ലാം മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. നമ്മ തൊഴുത്തിലൊക്കെ പശുവിന് കാടിയും പുല്ലൊക്കെ കൊടുത്ത് തന്നെ തിന്ന് കഴിഞ്ഞിട്ട് പശുവിൻ്റെ ഒരു പരിപാടി ഉണ്ട്. നാക്ക് ചുറ്റിലും ഇങ്ങനെ നക്കി തുടക്കണം. ഈച്ചൊക്കെ വരുമ്പോൾ പശു കാണിക്കുന്ന പരിപാടിയാണ്. ആദ്യം ഒരു എക്സ്പ്രഷനെ എനിക്ക് തോന്നുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് കാമക്കടി കണ്ട് കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരോട് ചോദിക്കണം ഉടുപ്പില്ല നിങ്ങൾക്കെന്നാണ്. പിന്നെ ഒരു കാര്യം രേണുസുതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആവശ്യക്കാർ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആവശ്യക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ പറയുന്ന അത് നിറവേറ്റി കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓണേഴ്സ്, അവർ പലതും കാണിക്കും. അതുതന്നെയാണ് രേണുസുതി കാണിക്കുന്നത്. രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനിൽ വരുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും പറയുന്ന കാര്യങ്ങളും അത് കാണിച്ചു കൊടുക്കും തോറും ആൾക്കാരെ എണ്ണവും കൂടും, അതനുസരിച്ച് പൈസയും കിട്ടും. അപ്പം അതിന് വേണ്ടി പാവം കഷ്ടപ്പെടുന്നതാണ്. ഇപ്പം വേർത്തൊലിച്ച് പണിയെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ രേണുസുതി കാണിക്കുന്നത്, കുറ്റപ്പെടുത്തിയത്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് കാമക്കടി തീർക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഓർക്കുമ്പോൾ കഷ്ടം. എന്നാലും കുറച്ചും കൂടി കാണും. ചേച്ചിയെ ചുണ്ടിട്ടിട്ട് എന്താ കാണിക്കുന്നത് ഒരു പിടുത്തം കാണിക്കാൻ മനസ്സിലാവില്ല. അതേപോലെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് രേണു കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന് നോക്കിയാൽ മലന്ന് കിടക്കുന്നു, തിരിഞ്ഞ് കിടക്കുന്നു, ഡ്രസ്സ് അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു, അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു, എന്നിട്ട് ഞാനൊന്നും കാണിക്കുന്നില്ല എന്നുള്ള പരിപാടി. ആ പറച്ചിലാണ് ശരിയല്ലാത്തത്. കാണിക്കാവുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് കഷ്ടപ്പെടണം. ഇപ്പം ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിനൊക്കെ ചില അനുകൃതമുണ്ട്, ചില കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം അതിന് മുകളിലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുക. അത് പരമാവധി രേണു ഇവിടെ കാണിക്കേണ്ടത്. എന്നിട്ട് ന്യായീകരിക്കരുത്. ഇനി ഈ കാണിച്ചതിനെ കുറിച്ചൊക്കെ ന്യായീകരിക്കുന്നതാണ് അതിനേക്കാളും വലിയ രസകരമായ കാര്യം. എങ്ങനെ പൊട്ടാതിരിക്കും? ഈ കാണിക്കുന്ന പോലെ ഫുള്ള് ലിഫ്റ്റിക്കും തേച്ചിട്ടിട്ട് പശു കാടി നടക്കണ പോലെ ഇങ്ങനെ ചുണ്ടിലിട്ട് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കല്ലേ. എല്ലാത്തിനും ഉണ്ടാവും തേയ്മാനം, അതിനെ ചുണ്ടിലും ഉണ്ടായേക്കണാണ്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് കാമം കയറുന്നവര് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇപ്പൊ വേലിയുമ്പോൾ ഒരു തുണി കിടന്നാൽ പോലും അതിന്റെ പിന്നിൽ കൂടി 2 വട്ടം ചുറ്റി കറങ്ങുന്ന ആൾക്കാരായിരിക്കുള്ളൂ. കാലാവസ്ഥയാണ് ചുണ്ട് പൊട്ടിയിരിക്കുന്നത്. ഫുഡ് കഴിച്ചില്ല. ഞാൻ ഇപ്പം അധികം ഫുഡൊന്നും കഴിക്കും. ഇപ്പോഴും തന്നെ അല്ലെങ്കിൽ ഫുഡേ കഴിക്കാത്ത ഒരാളാണ്. അപ്പം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്.
തൃപ്തിപ്പെടുത്താൻ വേണ്ടി രേണു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ ഇങ്ങനെ എന്ത് സംസാരിച്ചാലും ഇങ്ങനെ കുനിഞ്ഞ് ഇടവൊക്കെ കാണിച്ച് ഒടിവൊക്കെ കാണിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാരെ കാണിച്ച് കാണുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ രേണുസുതി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കണം ചേച്ചി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഈ കൊഴുത്ത് ചീമപ്പോത്ത് പോലെ കായാലേ കാഴ്ചക്കാരുടെ എണ്ണം കൂടുള്ളൂ. കാഴ്ചക്കാരുടെ എണ്ണം കൂടാനാണല്ലോ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പം കാണിച്ച് ജീവിക്കണം. ഈ ഡ്രസ് അടിപൊളിയാണ്. ദുബായിൽ ദുബായ് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഓക്കെ എന്താണ് ലൈവ് നൈറ്റ് വരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ഞാൻ നേരത്തെ ഓർമ്മ നോക്കാം. ഇത് നോക്കാത്ത വെറുതെ വീട്ടിലിരിക്കുന്നില്ല. ഞാൻ തിരക്കായിരുന്നു. എനിക്കാരുമില്ല എനിക്കറിയാം കാണുന്നവർ മനസ്സിലായി. ഒരുപാട് പേര് ഇപ്പം ഞാൻ തുണി പറിച്ച് ഊരി കാണിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ ലൈവിലോ അല്ലെ എൻ്റെ സബ്സ്ക്രിപ്ഷനോ കയറുന്നുണ്ട്. ഉള്ളവരുമുണ്ട്. എൻ്റെ തമ്പുരാനെ കൊല സ്ത്രീയുടെ ഡയലോഗ് ഞാൻ അങ്ങനെ തുണി പറിച്ച് കാണിച്ചിട്ട് എൻ്റെ ലൈവിൽ ആരും കയറേണ്ടത്. എന്തോ ഫർദ് ഇട്ടിട്ട് അല്ലെങ്കിൽ സെറ്റ് സാരി കൊടുത്ത് ശരീരത്തിൽ ഒരു ഭാഗം പോലും കാണിക്കാത്ത രീതിയിലുള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് ലൈവ് ചെയ്ത് ആ ലൈവിൽ രാമായണവും ഭാഗവതവും കൂടിക്കഴിഞ്ഞാൽ ബൈബിളും ഖുർആനും ഓതുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ആരും എന്തോ ചോദിച്ചപ്പോൾ അങ്ങനത്തെ ലൈവ് ഞാൻ ചെയ്യില്ല, ഹറാമ്, ശിവ എന്ന് പറയുന്ന പോലെയാണ്. കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണിച്ച് തുറന്ന് കാണിച്ച് പൊളിച്ച് കാണിച്ച് കാല് വരെ ഓയിൽ കേൾക്കണ തുട മുതൽ വേറെ പലതും കാണിച്ച് വീഡിയോസ് ചെയ്ത ഒരാൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം സബ്സ്ക്രിപ്ഷനിൽ ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എടുത്തേക്കണം, കാശ് മുടക്കി എടുത്തേക്കണത് എന്തിനാണ്? ഇതൊക്കെ കാണാൻ വേണ്ടിയാണ്, അത് കാണിക്കാൻ വേണ്ടിയാണ് ആശാത്തി തുടങ്ങിയേക്കണത്. അല്ലാണ്ട് ആശാത്തി ഇതുവരെ ചെയ്തേക്കുന്ന സബ്സ്ക്രിപ്ഷൻ വീഡിയോസിൽ ആരും തന്നെ ഈ സിറ്റ് സാരി എടുത്ത് ആശാത്തി ചെന്നിട്ടില്ല. ആശാത്തി അവിടെ ഇവിടെ കാണുന്ന ഡ്രസ്സുകൾ കാണിച്ചിട്ടും അത് കാണിക്കുന്ന രീതിയിലൊക്കെ കാണിച്ചും കൊടുത്തിട്ട് കഴപ്പ് മുക്കുന്ന ചേച്ചിമാർ ആന്റിമാരുടെ സംസാരം പോലെ തന്നെയുള്ള സംസാരവും സംസാരിച്ച് ആ രീതിയിലുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ട് വീണ്ടും ആൾക്കാർക്ക് കടിമൂത്ത് അവർ കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ ഇമാതിരിയുള്ള കുലസ്ത്രീകളുടെ ഡയലോഗ് അത് രേണു ചേച്ചിക്ക് പറ്റാത്ത കാര്യമുണ്ട്. രേണു ചേച്ചി ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ വന്ന ഈ ലീക്ക്ഡ് വീഡിയോനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കണ്ടോക്കാം. ഹലോ നമസ്കാരം, രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല സബിൽ? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ പോയി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുറത്ത് വിടാം. നാണുമില്ലേ നിനക്കൊക്കെ? ഈ പറഞ്ഞ ലൈവ് കണ്ടിട്ട് ആ ചേച്ചിയുടെ കാമക്കടി കണ്ടിട്ട് അത് കണ്ട് സംസാരിച്ച് അത് കണ്ട് ആസ്വദിച്ച് അവസാനം ആ ചേച്ചിനെ കുറ്റപ്പെടുത്താൻ ആ ചേച്ചിയുടെ ചുണ്ട് വിണ്ട് കീറിയതാണ് സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ ലൈവിൽ കൂടി കാണിച്ചത്. ഈ ലൈവ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇട്ടെങ്കിൽ ലൈവല്ല, ഈ കാശ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ലൈവാണ് ആ ലൈവിൽ ചേച്ചി കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിലാരോ വന്നിട്ട് ചുണ്ട് കടിക്കണം എന്ന് പറഞ്ഞപ്പോൾ കടിക്കല്ലേ എന്ന് പറഞ്ഞു. അത് അത്രയും അല്ലാണ്ട് അത് ഈ കഴപ്പുമുത്ത സ്ത്രീകളുടെ ഡയലോഗ് ഒന്നായിട്ട് നിങ്ങൾക്ക് കാണരുത്, കുലസ്ത്രീകളുടെ ഡയലോഗായിട്ട് കാണണം. എൻ്റെ രേണു ചേച്ചി നിങ്ങൾ സംസാരിക്കുന്നു, ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ശരീരം കാണിക്കലും കാണിക്കാതിരിക്കും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ കാശുണ്ടാക്കി. പക്ഷേ ഈ സംഭവമൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് അത് വന്നിട്ട് ന്യായീകരിക്കരുത്. ഇപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് വേറെ എത്ര പേര് കാണിക്കുന്നുണ്ട്? ശരിയാണ്, ഒരുപാട് പേര് ലൈവ് വന്നിട്ട് പലതും കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇതേപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാനത് കാണിച്ചത് ന്യായീകരിക്കാനും ഞാൻ ഈ പറഞ്ഞ സമൂഹത്തിന് ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള ഡയലോഗൊന്നുമില്ല. ചേച്ചി പറഞ്ഞിരുന്നതാണ് എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണെന്നും എല്ലാ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്ന ചേച്ചിനോട് ഒന്നേ ചോദിക്കുന്നുള്ളൂ. നാളെ ഇതൊക്കെ പബ്ലിക്കിലേക്ക് വരും. ഇപ്പം തന്നെ പബ്ലിക്ക് വന്നു തുടങ്ങി, നാളെ അത് വീണ്ടും പബ്ലിക്ക് വരും. ഒരു ചെറിയൊരു ചെക്കൻ വളർന്നു വരണ്ട്, ഒരു ചെക്കൻ മൂത്തും നിൽക്കുന്നുണ്ട്. ഈ മക്കൾ തന്നെയല്ലേ ഈ കാഴ്ചകളെ കാണുന്നത്? ഈ മക്കളുടെ കാഴ്ചപ്പാടിൽ അമ്മയുടെ ഈ ശരീരഭാഗങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ നേരിട്ട് കാണുന്ന സമയത്തും ഇതേ കാഴ്ചപ്പാടിൽ കൂടി ആ മക്കൾ കണ്ടു തുടങ്ങിയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചൊക്കെ. ഒരു അമ്മ എന്ന നിലക്ക് നിങ്ങൾ അവിടെ തോൽവിയാണ്.
നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരാണ് സോഷ്യൽ മീഡിയ നിങ്ങൾ വിമർശിക്കുന്നത്. അപ്പോൾ വിമർശിക്കുന്നവരെ വിമർശനം കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പോട്ടെ എന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനെ വിമർശിക്കാനും നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾ അതിനനുസരിച്ച് റീപ്ലൈ കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് മറ്റുള്ളവരൊന്ന് സംസാരിക്കുന്നത്. അല്ല നിങ്ങൾ കാണിച്ചു പോയാലും നിങ്ങൾ സൈലൻ്റായിട്ട് പോവുകയാണെങ്കിൽ അതിങ്ങനെ പോവുള്ളൂ. പിന്നെ അതിലാരും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം എത്ര പേര് ലൈവിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ന്യായീകരിക്കാൻ വരുമ്പോൾ അതിനനുസരിച്ച് റീപ്ലൈ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എൻ്റെ ഒരു തോന്നൽ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് വരെ ഞാൻ വിമർശിക്കാനൊന്നും നിന്നിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ വിമർശിക്കാൻ തോന്നി, സംസാരിക്കാൻ തോന്നി, എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ബൈ.